ഹൈ ഫ്രണ്ട്സ്, HSST പരീക്ഷകളുമായി ബന്ധപ്പെട്ട് മെയ് മാസത്തിൽ നടക്കുന്ന HSST പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ വഴി പങ്കുവയ്ക്കുന്നത്. പരീക്ഷകൾ നടക്കുന്നത് ഓൺലൈനിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഇംഗ്ലീഷ് ഒഴികെ, അതായത് HSST ഇംഗ്ലീഷ് ഒഴികെ മെയ് മാസത്തിൽ ചാർട്ട് ചെയ്തിട്ടുള്ള മറ്റ് പരീക്ഷകളെല്ലാം നടക്കുന്നത് ഓൺലൈനായിട്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൂടാതെ ഓൺലൈനായിട്ടാണെന്ന് മാത്രമല്ല, രണ്ട് ബാച്ചുകളായിട്ടാണ് നടത്തുന്നത്. രണ്ട് ബാച്ചുകളായിട്ട്, അതായത് ബാച്ച് 1 ബാച്ച് 2 എന്ന് പറഞ്ഞിട്ട് രണ്ട് ബാച്ചുകളായിട്ടാണ് നടത്തുന്നത്. അപ്പൊ ഈ അപ്ഡേറ്റ് എവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ HSSTയുടെ പരീക്ഷ മെയ് മാസത്തിലാണ്. അപ്പോൾ മെയ് മാസത്തിലെ പരീക്ഷാ കലണ്ടർ കൺഫർമേഷൻ കൊടുത്ത ശേഷമുള്ള ഫൈനൽ പരീക്ഷാ കലണ്ടർ PSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിലാണ് ഈ അപ്ഡേറ്റ് ഉള്ളത്. പരീക്ഷ ഓൺലൈൻ ആക്കി എന്നുള്ള അപ്ഡേറ്റ് ഉള്ളതും രണ്ട് ബാച്ചുകളായിട്ടാണ് പരീക്ഷ നടത്തുന്നത് എന്നുള്ള അപ്ഡേറ്റുകളുമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓരോ വിഷയത്തിനും എന്നാണ് പരീക്ഷയെന്നും എത്ര പേര് അപ്ലൈ ചെയ്തതല്ല, എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പൊ എത്രയാണ് കോമ്പറ്റീഷൻ ലെവൽ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. എങ്ങനെയാണ് ഈ രണ്ട് ബാച്ച് നടത്തിയാലുള്ള കട്ട് ഓഫ് എന്നുള്ളത് മനസ്സിലാക്കാം. അതിനു മുന്നേ പറയട്ടെ, iPlusന്റെ ക്രാഷ് കോഴ്സുകൾ, ക്രാഷ് ബാച്ചുകൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടെല്ലാം റണ്ണിങ് ആണ്. പ്രത്യേകിച്ചും പരീക്ഷ ഓൺലൈൻ ആക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ ടെസ്റ്റുകൾ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് iPlusന്റെ ക്ലാസ്സുകൾ ഉള്ളത്, കോഴ്സ് ഉള്ളത്. എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടും iPlusന്റെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും മൊഡ്യൂൾ ടെസ്റ്റുകളും ഒക്കെ അവൈലബിൾ ആണ്. കോഴ്സിനുള്ളിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഓൺലൈനിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഓൺലൈൻ പരീക്ഷ ആക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ OMR പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഒരു പക്ഷേ ചില കാര്യങ്ങൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജും കൂടാണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് 100 ചോദ്യവും ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കും. മാർക്ക് ചെയ്തത് വേണമെങ്കിൽ തിരുത്താനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ എന്നുള്ള ഒരു കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടെയുള്ള ഓൺലൈൻ രീതിയിലുള്ള പരീക്ഷകൾ പരിശീലിക്കുന്നവരെ സംബന്ധിച്ച് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഓരോ വിഷയങ്ങൾ നോക്കാം. HSST മാത്തമാറ്റിക്സ് 25-ാം തീയതി, മെയ് 5-ാം തീയതിയാണ് HSST മാത്തമാറ്റിക്സിന്റെ പരീക്ഷ നടക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് ബാച്ചായിട്ടാണ് നടക്കുന്നത്. ബാച്ച് 1 8 AM to 11 AM, ബാച്ച് 2 10:45 AM to 1:45 PM. അതായത് രണ്ട് ബാച്ചുകളായിട്ടാണ് HSST പരീക്ഷ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഏപ്രിൽ 21 മുതൽ നിങ്ങൾക്ക് ഇതിന്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പലർക്കും വരുന്ന സംശയമാണ്, രണ്ട് ബാച്ചുകളായിട്ട് നടത്തുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ കട്ട് ഓഫ്, ഓരോന്നിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ടാവുമോ, സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് വരുമോ? അങ്ങനെയല്ല. നമുക്കറിയാം, ഈ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഒക്കെ പല ഘട്ടങ്ങളായിട്ടാണ് PSC നടത്തുന്നത്. 3-4 ഘട്ടങ്ങളായിട്ടൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും ചിലപ്പോൾ ഒരു ഘട്ടത്തിന്റെ ഡിഫിക്കൽറ്റി ലെവൽ ആയിരിക്കില്ല മറ്റൊരു ഘട്ടത്തിനുള്ളത്. അപ്പോൾ ഡിഫിക്കൽറ്റി ലെവൽ രണ്ട് വ്യത്യസ്തമായ ചോദ്യപേപ്പറുകളായിരിക്കാം. അപ്പൊ ഡിഫിക്കൽറ്റി ലെവൽ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കാം, നോർമലൈസേഷൻ, ഇതിന്റെ ഒരു നോർമലൈസേഷൻ കമ്പോണന്റ് ആയിരിക്കും ഇവിടെ എടുക്കുക. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, 8 AM to 11 AM ആണ് ആദ്യത്തെ ബാച്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബാച്ച് എന്ന് പറയുന്നത് 10:45 to 1:45. അതായത് ആദ്യത്തെ ബാച്ചുകാർ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ ബാച്ചുകാർ അകത്ത് കയറും. അപ്പോൾ ഒരു പക്ഷേ ഒരേ ചോദ്യപേപ്പർ ആയിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ വ്യത്യസ്തങ്ങളായ രണ്ട് ചോദ്യപേപ്പറുകളാകാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ രണ്ട് ചോദ്യപേപ്പറുകളാണെങ്കിൽ PSC ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നോർമലൈസ് ചെയ്യും. ഇതിന് ഡിഫിക്കൽറ്റി ലെവൽ അനലൈസ് ചെയ്ത ശേഷം സ്കോറുകൾ, അതിനൊരു ഫോർമുലയുണ്ട്, അത് ഉപയോഗിച്ച് സ്കോറുകൾ നോർമലൈസ് ചെയ്ത ശേഷം ഒരു സിംഗിൾ കട്ട് ഓഫ് ആയിരിക്കും അവിടെ വരിക. അതുകൊണ്ട് ഡിഫിക്കൽറ്റി, ഒരു ബാച്ചിന് ഇപ്പോൾ ഡിഫിക്കൽറ്റി ലെവൽ കൂടിയ ചോദ്യപേപ്പർ ആണെന്ന് കരുതി വിഷമിക്കേണ്ട. അതനുസരിച്ച് നിങ്ങളുടെ സ്കോർ സബീകരണം നടത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ചിലപ്പോൾ ഒരു പക്ഷേ ഒരേ ചോദ്യം വരാനും സാധ്യതയുണ്ട്. അതിൽ പക്ഷേ ഉറപ്പൊന്നും PSC പറഞ്ഞിട്ടില്ല. അപ്പോൾ മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആകെ അപ്ലൈ ചെയ്തതല്ല, പരീക്ഷ എഴുതാൻ പോകുന്നത് 4202 പേരാണ് HSST മാത്തമാറ്റിക്സ് എന്ന പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. 5000-ൽ താഴെ ആളുകൾ, അല്ലെങ്കിൽ 5000-ൽ താഴെ ആളുകൾ പരീക്ഷ എഴുതുന്ന HSSTകളെല്ലാം, അല്ലെങ്കിൽ അത്തരം പരീക്ഷകളെല്ലാം PSC ഇപ്പോൾ ഓൺലൈനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഓൺലൈൻ ആക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. 5000-ന് മുകളിൽ ഉള്ള പരീക്ഷകൾക്കാണ് എന്തെന്ന് വരുന്നത്, OMR വരുന്നത്. അതുകൊണ്ടാണ് HSST ഇംഗ്ലീഷിന് 7000-ലേറെ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പരീക്ഷ എഴുതാനുണ്ട്. അതുകൊണ്ടാണ് ആ പരീക്ഷ എന്താക്കിയത്, OMR ആക്കിയത്. അത് ഓൺലൈൻ ആക്കിയിട്ടില്ല. HSST ഇംഗ്ലീഷ് OMR തന്നെയാണ്. HSST ജിയോളജി ശ്രദ്ധിക്കുക, അതും മെയ് 5-ന് തന്നെ നടക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതിനുശേഷം HSST ജോഗ്രഫിയും മെയ് 5-ന് തന്നെ ഓൺലൈനായിട്ട് രണ്ട് ബാച്ചുകളായിട്ടാണ് HSST ജോഗ്രഫിയും കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോൾ ഈ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറും ഒക്കെ ഓൺലൈൻ തന്നെയാണ്. ഈ കുറച്ച് പേരുള്ള ആളുകളുടെയാണ് ഓൺലൈൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, അതൊക്കെ ഓൺലൈൻ ആണ്. പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോൾ
ഫാർമസിസ്റ്റ് ഒക്കെ ഓൺലൈനായിട്ട് വരും. HSSTകളാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. HST സൈക്കോളജി ശ്രദ്ധിക്കുക. മെയ് 12-ാം തീയതി 2 ബാച്ചുകളായിട്ട് ഓൺലൈനായിട്ട് വേണം HST സൈക്കോളജിയും കണ്ടക്ട് ചെയ്യുക. ഏപ്രിൽ 28 മുതൽ നിങ്ങൾക്ക് ഇതിന്റെ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എത്ര പേരാണ് ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്? 781 പേരാണ് ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ പരീക്ഷകളുടെ ഒന്നും ഈ ഓൺലൈൻ ആക്കി എന്ന് കരുതി സമയം മാറ്റിയിട്ടില്ല. 1.5 മണിക്കൂർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം. ഈ ബാച്ച് ശ്രദ്ധിക്കുമ്പോൾ 3 മണിക്കൂറിന്റെ ബാച്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ മറ്റ് പ്രൊസീജിയറുകൾക്ക് വേണ്ടിയിട്ടാണ്. 1.5 മണിക്കൂർ തന്നെയാണ് പരീക്ഷ. 100 ചോദ്യങ്ങൾ തന്നെയാണ്. സിലബസിലും മാറ്റമില്ല. നമ്മൾ എന്താണോ പരീക്ഷാ കലണ്ടർ ഉണ്ടായിരുന്ന സിലബസ് അതിന് മാറ്റമൊന്നുമില്ല എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ദെൻ താഴേക്ക് വരുമ്പോൾ വീണ്ടും HSST കന്നഡയും മെയ് 12-ാം തീയതി നടക്കുന്നുണ്ട്. ദെൻ HSST സ്റ്റാറ്റിസ്റ്റിക്സ് മെയ് 14-ാം തീയതി നടക്കുന്നുണ്ട്. ഓൺലൈനാണ്, 2 ബാച്ചാണ്. 268 പേരാണ് HSST സ്റ്റാറ്റിസ്റ്റിക്സിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. HSST ഫിസിക്സ് നടക്കുന്നത് മെയ് 14-ാം തീയതിയാണ്. മെയ് 14-ാം തീയതി 2 ബാച്ചായിട്ട് തന്നെ ഓൺലൈനായിട്ടാണ് HSST ഫിസിക്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന് 1.5 മണിക്കൂറാണ് ഡ്യൂറേഷൻ. 3866 പേരാണ് ഇതിന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. 3866 പേര് HSST ഫിസിക്സ് പരീക്ഷ എഴുതുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ താഴേക്ക് വരുമ്പോൾ HSSTയുടെ മറ്റൊരു പരീക്ഷയായിട്ട് പിന്നീട് വരുന്നത് ഇവിടെ സെയിൽസ്മാനും പരീക്ഷ HSST ബോട്ടണി മെയ് 19-നാണ് നടക്കുന്നത്. മെയ് 19-ന് നടക്കുന്നു. ആകെ ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ള പരീക്ഷ എഴുതുന്നത് 2535 പേരാണ് HSST ബോട്ടണി പരീക്ഷ എഴുതുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ ശ്രദ്ധിക്കുക. ദെൻ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ HSSTയുമായി ബന്ധപ്പെട്ട് HSST സുവോളജി 717/2025 മെയ് 21-നാണ് HSST സുവോളജി പരീക്ഷ നടക്കുന്നത്. മെയ് 7 മുതൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഇതിന് 3170 പേരാണ് HSST സുവോളജി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പരീക്ഷ എഴുതാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി നമുക്കുള്ളത് HSST ഇംഗ്ലീഷ് ആണ്. HSST ഇംഗ്ലീഷ് പരീക്ഷ നടക്കുന്നത് OMR ആയിട്ടാണ്. HSST ഇംഗ്ലീഷ് ഓൺലൈൻ അല്ല, OMR ആണ്. 29-ാം തീയതി മെയ് 29-നാണ് പരീക്ഷ നടക്കുന്നത്. രാവിലെ 10 മുതൽ 12:20 വരെ യൂഷ്വലി നമ്മൾ നടക്കുന്ന OMR പരീക്ഷയാണ്. മെയ് 15 മുതൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ഇതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യം 7791 പേര് HSST ഇംഗ്ലീഷിന് പരീക്ഷ എഴുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് OMR ആക്കിയത്. 5000-ലേറെ പേര് HSST ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പൊ അത്രയും പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓൺലൈൻ പരീക്ഷ നടത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഓഫ്ലൈൻ പരീക്ഷയാക്കി നടത്തുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഈ പറഞ്ഞ 2 ബാച്ചുകളായിട്ടാണ് പരീക്ഷ. വ്യത്യസ്തങ്ങളായ ചോദ്യപേപ്പറുകളാണെങ്കിൽ നോർമലൈസേഷന് ശേഷമായിരിക്കും ഇതിനൊരു കോമൺ കട്ട് ഓഫ് തീരുമാനിക്കുക. അപ്പോൾ ഇതാണ് അപ്ഡേറ്റ്. അപ്പൊ ഇതുകൊണ്ട് നിങ്ങളുടെ പഠന പ്രക്രിയയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നോ ഒന്നും ചെയ്യേണ്ട. പക്ഷെ ഓൺലൈനിൽ ടെസ്റ്റുകൾ എടുത്ത് നോക്കുന്നത് വളരെ നന്നാവും. കാരണം അത് നമുക്കൊരു പരിചിതമായിക്കോളും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും നന്നായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.